ഓക്കെ, എപ്പിസോഡിന്റെ തുടക്കത്തിലായി കാണിക്കുന്നത് കുറച്ച് പേരെയാണ്. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് റീറി വില്യംസും കെയ്റ്റും കമാല ഖാനുമാണ് ഉള്ളത്. മാത്രമല്ല നമ്മുടെ ടോണി സ്റ്റാർക്ക് സോംബി ആയതുകൊണ്ട് തന്നെ ടോണി സ്റ്റാർക്കിന് പകരം ടോണി സ്റ്റാർക്കിന്റെ സ്യൂട്ട് ഇപ്പോഴും ഇവരുടെ കൂടെ ഉണ്ട്. ബട്ട് ഈ സ്യൂട്ട് കൺട്രോൾ ചെയ്യുന്നത് ടോണി സ്റ്റാർക്കിന്റെ സ്വന്തം ഫ്രൈഡേ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവര് മൂന്നുപേരും ഇവിടെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് മുൻപോട്ട് നടക്കുന്ന സമയത്താണ് ഇവരുടെ ഫ്രണ്ടിലായിട്ട് ഒരു ക്വിൻജെറ്റ് വന്ന് ക്രാഷ് ആവുന്നത്. ഇവർ കുറച്ച് പേടിയോടാണെങ്കിലും അതിന്റെ ഉള്ളിലോട്ട് കയറി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ നിന്നൊരു ട്രാൻസ്മിറ്റർ കിട്ടുന്നു. അതും ആ ട്രാൻസ്മിറ്റർ ടിൻ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ചെറുതാക്കിയിരിക്കുകയാണ്. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ദൂരെ നിന്നും സോംബി വെർഷൻ ആയിട്ടുള്ള ഹോക്കൈ ആയിട്ട് ഇവര് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹോക്കൈന്റെ ഉന്നം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കറക്റ്റ് ഇവരെടുത്ത് കൂടെയാണ് പോകുന്നത്. ഇവര് കഷ്ടിച്ചാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് തന്നെ. ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. സോംബി ആയിട്ടും ഈ ഹോക്കൈക്ക് കറക്റ്റ് ഉന്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവരെ ബ്രെയിനിനെ കൂടുതലായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല ഈ സോംബി വൈറസ്. അങ്ങനെ അവര് അന്ന് രാത്രി സേഫ്റ്റി ആയിട്ട് ഒരു വീടിന്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് അവർ ആ ട്രാൻസ്മിറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇവർക്ക് ഈ ട്രാൻസ്മിറ്റർ ഉപയോഗിച്ചിട്ട് നോവ കോപ്സിനെ എടുത്ത് ഇൻഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് ഈ ഭൂമിയിൽ വന്നിട്ട് ഇവരെ രക്ഷിക്കാൻ കഴിയും. ഇതേ സമയം അവർ പറയുന്നുണ്ട് വക്കാണ്ടയില് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നിന്ന് പുറത്തോട്ടൊരു സിഗ്നലും അയക്കാൻ കഴിയുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്പേസിൽ പോയതിനു ശേഷമാണ് സിഗ്നൽസ് കാര്യങ്ങളൊക്കെ അയക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഇവർക്ക് ഈ മൂന്ന് പേർക്കും ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഹെൽപ്പിനായിട്ട് ഷീൽഡിന്റെ ആ ഭാഗത്തോട്ട് പോകാനായിട്ട് ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവര് അന്ന് തന്നെ ഷീൽഡിന്റെ കേന്ദ്രത്തിലോട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.